നമസ്കാരം. MST വാലിഡേറ്റർ റാങ്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് പൂർണ്ണമായും ഓരോരുത്തരുടെയും പ്രകടനത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് ലളിതമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശരി, നമുക്കിതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? എങ്ങനെയാണ് ഒരാൾക്കൊരു MST വാലിഡേറ്റർ ആകാൻ കഴിയുന്നത്? അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ആദ്യം തന്നെ ആരാണ് ഈ വാലിഡേറ്റർ എന്ന് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ MST ഡിജിറ്റൽ ഇക്കോസിസ്റ്റത്തിൽ ഒരു ചെറിയ ഓഹരി, അതായത് ഒരു ഫ്രാക്ഷൻ വാങ്ങി ഈ നെറ്റ്വർക്കിൽ അംഗമാകുന്ന ഏതൊരാളെയും നമുക്ക് വാലിഡേറ്റർ എന്ന് വിളിക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. ഇവിടെ നമ്മളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം. ഒരു വാലിഡേറ്റർ റോൾ എന്താണെന്നും അതിനേക്കാൾ പ്രധാനമായി എന്തല്ല എന്നും. ഇതൊരു ബ്ലോക്ക് ചെയിൻ ഇക്കോസിസ്റ്റത്തിലെ ഒരു പങ്കാളിത്തം മാത്രമാണ്. ഇതൊരിക്കലും ഒരു ജോലിയോ ശമ്പളം കിട്ടുന്ന ഒരു തസ്തികയോ അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനം തരുന്ന ഒന്നുമല്ല. ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാകാൻ എന്താണ് ചെയ്യേണ്ടത്? വഴികൾ വളരെ ലളിതമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഒരു വാലിഡേറ്ററായിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം 1735 രൂപ വിലയുള്ള ഒരു ഫ്രാക്ഷൻ വാങ്ങുക. അത്രയേ ഉള്ളൂ. ഇനി ഇതിലെ ഒരു വളർച്ച എങ്ങനെ സംഭവിക്കാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമുക്കൊരു സാങ്കല്പിക ഉദാഹരണം നോക്കാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഇത് പൂർണ്ണമായും ഒരു ഉദാഹരണം മാത്രമാണ്, ആശയം വ്യക്തമാക്കാൻ വേണ്ടി മാത്രം. ഈ കാണുന്ന ടൈംലൈൻ അനുയോജ്യമായ സാഹചര്യത്തിൽ ഡ്യൂപ്ലിക്കേഷൻ നടന്നാൽ നെറ്റ്വർക്ക് എങ്ങനെ വളരാം എന്നതിൻ്റെ ഒരു സാങ്കല്പിക ചിത്രം മാത്രമാണ്. ഇത് ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ച് ഒരു സാധ്യതയുടെ ഉദാഹരണം മാത്രം. ഇവിടെ ഏറ്റവും പ്രധാനമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 6 ഇരട്ടി വളർച്ചാ മോഡൽ ഉപയോഗിക്കുന്നത് ഏറ്റവും അനുയോജ്യമായൊരു സാഹചര്യം വന്നാൽ റാങ്കുകൾ എങ്ങനെ നേടാം എന്ന് വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് യാഥാർത്ഥ്യത്തിൽ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ശരി, ആ സാങ്കല്പിക ഉദാഹരണം നമുക്ക് അവിടെ നിർത്താം. ഇനി നമുക്ക് സിസ്റ്റത്തിന്റെ യഥാർത്ഥ ഘടനയിലേക്ക് വരാം. ഒരു വാലിഡേറ്റർക്ക് സ്വന്തം പ്രകടനത്തിലൂടെ എങ്ങനെയാണ് മുന്നോട്ടു പോകാൻ കഴിയുക? അതിനായിട്ടുള്ള 5 റാങ്കുകളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. മുന്നോട്ടുള്ള യാത്രയിലെ ആദ്യത്തെ പടിയാണ് സ്പാർട്ടൻസ് റാങ്ക്. ഈ റാങ്കിലെത്താൻ 2 യോഗ്യതകളാണ് വേണ്ടത്. 1, നിങ്ങളുടെ ടീമിൽ 20 ആക്റ്റീവ് ബയേഴ്സ് വേണം. 2, എല്ലാവരും കൂടി ചേർന്ന് 1 ലക്ഷം രൂപയുടെ വിൽപ്പന പൂർത്തിയാക്കിയിരിക്കണം. ഈ റാങ്കിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി 2 തരത്തിലുള്ള ഇൻസെന്റീവുകൾക്ക് നിങ്ങൾ യോഗ്യരായേക്കാം. അതിലൊന്ന് 5% കമ്മ്യൂണിറ്റി ഇൻസെന്റീവും മറ്റൊന്ന് 10% പേഴ്സണൽ ഇൻസെന്റീവുമാണ്. അടുത്ത ലെവൽ സ്പൈഡറാണ്. ഇതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ടീമിലെ 2 വ്യത്യസ്ത ലൈനുകളിൽ നിന്നായി ഓരോ സ്പാർട്ടൻസ് റാങ്കിലുള്ളവർ വേണം. അതോടൊപ്പം മൊത്തം വിൽപ്പന 5 ലക്ഷം രൂപയിൽ എത്തിക്കുകയും വേണം. നിങ്ങൾ സ്പൈഡർ റാങ്കിലെത്തുമ്പോൾ യോഗ്യമായ ഇടപാടുകൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ ഇൻസെന്റീവ് 15% വർദ്ധിക്കും. അതേസമയം കമ്മ്യൂണിറ്റി ഇൻസെന്റീവ് 5% തന്നെ തുടരും. അവഞ്ചേഴ്സ് റാങ്കിലേക്കുള്ള മുന്നേറ്റമെന്ന് പറയുന്നത് നിങ്ങളുടെ ടീം കൂടുതൽ ശക്തമായി എന്നതിൻ്റെ സൂചനയാണ്. ഇതിനായി 2 വ്യത്യസ്ത ലൈനുകളിൽ നിന്നായി 2 സ്പൈഡേഴ്സും ഒപ്പം 15 ലക്ഷം രൂപയുടെ മൊത്തം വിൽപ്പനയും ആവശ്യമാണ്. ഈ ലെവലിലെത്തുമ്പോൾ നിങ്ങളുടെ പ്രയത്നത്തിനുള്ള അംഗീകാരമായി പേഴ്സണൽ ഇൻസെന്റീവ് വീണ്ടും ഉയർന്ന് 20% മാറുന്നു. വാരിയേഴ്സ് ക്ലബ്ബിലെത്തുക എന്നത് ഒരു വലിയ നേട്ടമാണ്. ഇത് നിങ്ങളുടെ മികച്ച നേതൃത്വത്തെയാണ് കാണിക്കുന്നത്. ഇതിന്റെ യോഗ്യത നിങ്ങളുടെ കീഴിൽ 2 അവഞ്ചേഴ്സും ഒപ്പം 40 ലക്ഷം രൂപയുടെ സെയിൽസുമാണ്. ഈ റാങ്കിൽ ഒരു പുതിയ ഇൻസെന്റീവ് കൂടി വരുന്നുണ്ട്. അതാണ് പൂൾ പാർട്ടിസിപ്പേഷൻ. അതായത് ഇക്കോസിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെ അടിസ്ഥാനമാക്കി 1% അർഹരായവർക്ക് പങ്കുവെക്കുന്ന ഒരു രീതിയാണിത്. ഈ സിസ്റ്റത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കാണ് ലെജൻഡ്സ് ക്ലബ്. ഇക്കോസിസ്റ്റത്തിലെ ഏറ്റവും മികച്ച നേതൃത്വത്തെയും സംഭാവനകളെയും പ്രതിനിധീകരിക്കുന്നത് ഈ റാങ്കാണ്. യോഗ്യതയായി വേണ്ടത് 2 വാരിയേഴ്സ് ക്ലബ് ലീഡർമാരും 1 കോടി രൂപയുടെ സെയിൽസും. ഈ ഏറ്റവും ഉയർന്ന റാങ്കിൽ മികച്ച പ്രകടനത്തെ അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി പൂൾ പാർട്ടിസിപ്പേഷൻ 2% ഉയരുന്നു. ഇതാണ് ഈ സിസ്റ്റത്തിലെ ഏറ്റവും ഉയർന്ന ഇൻസെന്റീവ് ലെവൽ. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടക്കാം. ഈ സിസ്റ്റത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന അടിസ്ഥാന തത്വങ്ങളും ഇതിലെ ഔദ്യോഗിക മുന്നറിയിപ്പുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെല്ലാവരും ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ 4 തത്വങ്ങളാണ് MST റാങ്ക് ഘടനയുടെ അടിത്തറ. ഒന്നാമത്തേത്, റാങ്കുകൾ കിട്ടുന്നത് സമയം കൊണ്ടല്ല, മറിച്ച് നിശ്ചിത യോഗ്യതകൾ നേടുന്നതുകൊണ്ടാണ്. രണ്ടാമത്തേത്, വരുമാനം പൂർണ്ണമായും നിങ്ങളുടെ പങ്കാളിത്തത്തെയും സെയിൽസിനെയും ആശ്രയിച്ചിരിക്കും. 3, ഉയർന്ന റാങ്കുകൾ കൂടുതൽ ഇൻസെന്റീവുകൾക്ക് അവസരം നൽകുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു തലത്തിലും ഒരു നിശ്ചിത വരുമാനം ഉറപ്പു നൽകുന്നില്ല.
ഈ വിശദീകരണത്തിൽ നമ്മൾ കണ്ട എല്ലാ ഉദാഹരണങ്ങളും കണക്കുകളും പൂർണ്ണമായും സാങ്കല്പികമാണ്, കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചതാണ്. ഇത് പ്രത്യേകം ഓർത്തിരിക്കണം. യഥാർത്ഥത്തിൽ എന്തെങ്കിലും വരുമാനം ലഭിക്കുകയാണെങ്കിൽ അത് ഓരോ വ്യക്തിയുടെയും പ്രയത്നം, അന്നത്തെ മാർക്കറ്റ് സാഹചര്യം, ഈ സിസ്റ്റം എത്രത്തോളം ആളുകൾ സ്വീകരിക്കുന്നു എന്നൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ്? ഈ ഒരൊറ്റ വാചകത്തിൽ എല്ലാം ഉണ്ട്. MST ഇക്കോസിസ്റ്റം അതിലെ പങ്കാളിത്തത്തിനും നേതൃത്വത്തിനും പ്രതിഫലം നൽകുന്നുണ്ട്. അതെങ്ങനെയാണ്? വിൽപ്പനയുടെ അളവിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു റാങ്ക് സിസ്റ്റത്തിലൂടെ. ഓർക്കുക, എല്ലാ ഇൻസെന്റീവുകളും പ്രകടനത്തെ മാത്രം ആശ്രയിച്ചുള്ളതാണ്, ഒന്നും ഉറപ്പുള്ളതല്ല.